സ്വീകരിക്കുന്നുവെന്ന് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡിന്റെ സ്വാധീനാവസ്ഥ പരിഹരിക്കുക, ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും അനാവസ്ഥ അവസാനിപ്പിക്കുക, MLA-മാരുടെ അനാവസ്ഥ അവസാനിപ്പിക്കുക എന്നാവശ്യവുമായി ഒറ്റപ്പാലം മണ്ഡലം. യാത്രാ ദുരിതം പേറുന്ന ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കാട് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. റോഡ് തകർന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേരളമോ കേന്ദ്രമോ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഇതിന്റെ വീതി കൂട്ടലും മറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ച് ഏകദേശം 1 വർഷം കഴിഞ്ഞു. റോഡിന്റെ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും മാറ്റുന്നതിനുള്ള നടപടികൾ തുടങ്ങി വളരെ അടിയന്തരമായി തീർക്കേണ്ട ജോലികളൊന്നും തന്നെ തീർക്കാതെ നാമമാത്രമായ ജോലികൾ മാത്രം നടത്തി ഈ കടുത്ത വർഷകാലത്ത് ഇതിലൂടെ സഞ്ചരിക്കാൻ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥ ഈ റൂട്ടിൽ പൊതുമരാമത്ത് വകുപ്പും ഇവിടുത്തെ ജനപ്രതിനിധിയും ഗവൺമെന്റും ഒക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്, എല്ലാ ആവശ്യത്തിനും ജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന റോഡ്. ഈ റോഡ് കുണ്ടും കുഴിയും ചെളിയും ചേറുമായി മാസങ്ങളായി മഴക്കാലം ഇത്തവണ നേരത്തെ ആരംഭിച്ചതാ. ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച വേനൽ മഴ തുടങ്ങി ഈ നാൾ വരെ, ജൂണിന്റെ അവസാന നാളുകൾ വരെ ഈ റോഡ് ഒട്ടനവധി പ്രദേശങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഗുരുതരമായി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതൃത്വം ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് നിവേദനങ്ങളും മറ്റും കൊടുത്തതാ. ഈ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള 11 കിലോമീറ്റർ സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു ആശുപത്രി കേസ് വന്നാൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇത്രയേറെ ഗുരുതരമായ സാഹചര്യങ്ങൾ നിരുത്തരവാദപരമായി പെരുമാറുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ്, ആ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തികഞ്ഞ അലംഭാവമാണ് ജനങ്ങളോട് കാണിക്കുന്നത്. കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി രാജരത്നം മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ, നഗരസഭാ വാർഡ് കൗൺസിലർ രാധ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ്, കൃഷ്ണൻകുട്ടി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പാർവതി, മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിനി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് വാപ്പു, ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജേഷ്, അധ്യാപക സംഘടനാ നേതാവ് പ്രബിൻ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കബീർ കുന്നത്ത്, മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹരിദാസൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. BJP സർക്കാരും മാറി മാറി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിഗുരുതരമായ കാലവർഷം വരികയും ആ കാലവർഷത്തിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയുടെ ഏതാണ്ട് 50% വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ ഗുരുതരമായി പൊട്ടിപ്പൊളിഞ്ഞ് ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവകാശികളില്ല. BJP അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. അതുപോലെ തന്നെ CPM ഏറ്റെടുത്തില്ല. എല്ലാവരും തള്ളി പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ, ആയിരങ്ങളല്ല ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡിനെ പറ്റി അവകാശവാദം ഉന്നയിച്ചവർ അത് തകർന്നപ്പോൾ അവരല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ട ഈ തുക, സാധാരണക്കാരന്റെ നികുതിയിൽ നിന്നുള്ള ഈ തുകയ്ക്ക് അതിനൊരു ഉത്തരവ് പറയാൻ കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ തയ്യാറായില്ല.